ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം, ക്ലച്ച്, എയർ ഫിൽട്ടർ, അതേപോലെ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ മോശമാണ്, അപ്പോൾ നമുക്ക് ഓയിൽ മാറ്റാനായിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണുണ്ട്, സർവീസിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അതേപോലെ തന്നെ ക്ലീനിങ്ങിനും ചെയ്ത് കയറ്റേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്യണം, ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യണം. നമുക്ക് നിലവിൽ നമുക്ക് കിടക്കണ ലൈനർ കമ്പനി ലൈനറൊന്നുമല്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെയാണ്. പക്ഷേ അത്യാവശ്യം ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് അടുത്തൊരു സർവീസ് വരെ തൽക്കാലം കിടന്ന് ഓടിക്കോളും. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കാരണം ഇപ്പോൾ ഈ മോഡലൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം വെച്ചാൽ ഒരുപാട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഹബ്ബിനൊക്കെ തേയ്മാനം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി കമ്പനി പാർട്സുകൾ ഉപയോഗിക്കാൻ, ജെനുവിൻ പാർട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ ആയാലും നോക്കുമ്പോൾ ഹബ്ബിനകത്ത് കണ്ടത് ഇവിടെ അത്രയും പൊടി ഇങ്ങനകത്ത് ഒരുപാട് പൊടിയായിരിക്കും. അപ്പോൾ അത് ആ ഹബ്ബിൻ്റെ കൂട്ടത്തിൽ കൂടെ ലൈനറിനോട് ചേർന്ന് ഓടുന്ന സമയത്ത് ഈ ഹബ്ബിന് തേയ്മാനം വരും. അതാണ് ഈ മോഡലൊക്കെ ഉപയോഗിച്ചാലുള്ള പ്രോബ്ലം. പിന്നെ എല്ലാം ബ്രേക്ക് എപ്പോഴും സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. തൽക്കാലം നമുക്ക് ഉപയോഗിക്കാനുണ്ട്, നമ്മളെന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാക്സിമം ഉപയോഗിക്കുക. അതിന് ശേഷം മാത്രമേ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കണമുണ്ട്. എയർ ഫിൽറ്ററൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഇടാതെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്, റീസെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണമുണ്ട്. അത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, വേരിയേറ്റർ ബോഡി നോക്കണം, അതേപോലെ തന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യണം, ഗ്രീസിങ് ആണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അത് ആ വർക്കിംഗ് നോക്കിയിട്ട് വർക്കിങ്ങിൻ്റെ ആവശ്യകത അനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് അഴിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബെൽറ്റ് നോക്കുമ്പോൾ ഓൾറെഡി കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ നടക്കണേ, പുതിയ ബെൽറ്റാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ അതൊക്കെ ആയാലും വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായാലും ബുഷൊക്കെ നല്ല ഫ്രഷാണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല, അതിനുള്ള തേയ്മാന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അത്യാവശ്യം ഈ വർക്ക് ചെയ്തിട്ടുള്ള ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം. ക്ലച്ച് ഡ്രം യൂണിറ്റിൻ്റെ അവിടത്തേലും ആ പൊടി കാര്യങ്ങളൊക്കെ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന ക്ലച്ചിൻ്റെ ഭാഗമാണ്, അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. കാരണം അത് ഓരോ സർവീസിലും നമ്മളത് അഴിച്ച് ചെക്ക് നോക്കുക. അത് ടൈറ്റോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ഗ്രീസ് ചെയ്യണം. റോളർ പിന്നെ എന്തെങ്കിലും തേമാനം ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാക്കാം. ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗമില്ലാന്ന് തോന്നുന്നു, കാരണം ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഓൾറെഡി നമുക്ക് നോർമൽ എത്ര ടൈറ്റ് കാണിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചോക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ചോക്ക് ഉപയോഗിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ഒന്ന് ചോക്ക് വലിച്ചിടാം. ചോക്ക് വലിക്കുമ്പോൾ ഇവിടെ ഈ ചോക്ക് യൂണിറ്റ് ഓണാവും. അപ്പോൾ കുറച്ച് പെട്രോൾ പെട്ടെന്ന് ഇറങ്ങി ചെല്ലും, വണ്ടി വേഗം സ്റ്റാർട്ടാവും. അത് നമുക്ക് ബാറ്ററിക്കും ഗുണമാണ്, വണ്ടിക്കും നല്ലതാണ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചോക്ക് വർക്കിംഗ് ആക്കി ഇടണം. പറയാൻ കാരണം ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ഓൾറെഡി ഇവിടെ ക്ലച്ച് ഈ ചോക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ചോക്ക് ഇവിടെ കയറി വരാണ്. അപ്പോൾ അങ്ങനെ വന്നു നിന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വെറുതെ പെട്രോൾ കൂടുതലായിട്ട് കത്തിപ്പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ചോക്ക് കേബിൾ എന്തെങ്കിലും മാറണം. പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഓരോ സ്റ്റാർട്ടിങ്, അതായത് ഫസ്റ്റ് ഒരു ദിവസത്തിൽ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്തു പോകണം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ചോക്ക് കേബിൾ എന്തെങ്കിലും നമുക്ക് മാറ്റിയിടാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ നോക്കണമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലിയറാണ്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ മാത്രം കോളർ ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ കുഷൻ അസംബ്ലിയുടെ ഫ്രണ്ടിലത്തെ അത്യാവശ്യം ഓവലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിടാം. ഇത് എനിക്കതൊരു 100 രൂപ 108 രൂപയ്ക്ക് എന്താ കോസ്റ്റ് വന്നുള്ളൂ. ഇതിൻ്റെ ആയാലും കോളർ മാത്രം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പ്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിക്ക് തന്നെ ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ ഈ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. ലോഡായെന്ന് പറയുമ്പോൾ ഈ കോമ്പി ബ്രേക്കിൻ്റെയാണ്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ അല്ല. ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കണക്ഷൻ വന്നുണ്ട്, ഒരു കേബിൾ സപ്പോർട്ടിങ് കേബിളാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഔട്ടറൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട്. ഇതിവിടെ ആയാലും ഒടിഞ്ഞാൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് എന്താ വെച്ചാൽ ചെറിയൊരു ലോഡായിട്ട് നിൽക്കാം. അപ്പോൾ അത് ഇനി അങ്ങടേക്ക് പോകും തോറും അത് കൂടുള്ളൂ. അപ്പോൾ കൈയോടത് മാറ്റിയിടണമാണ് സേഫ്. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ വണ്ടി തള്ളണ സമയത്തൊക്കെ ടൈറ്റായിരിക്കും, ബലപ്പെട്ട് തള്ളേണ്ട ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഇതൊക്കെ വരും. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം. ഞാൻ പറയുന്ന എസ്റ്റിമേറ്റിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാൻ തരും കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.71 കാണിക്കുന്നുണ്ട്.
വോൾട്ടൊക്കെ ക്ലിയറാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതിനകത്ത് ബാറ്ററി ടെസ്റ്റിലേക്ക് ബാറ്ററി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഇവിടെ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ വരണം, ആംബിയർ കറക്റ്റ് ആവണം, എന്നാലാണ് മോട്ടർ യൂണിറ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കണേ വലിയ താമസമില്ലാതെ നമുക്ക് ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങും. 2021 മോഡൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏകദേശം ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്, 3 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ആവറേജ് ബാറ്ററിയുടെ ഒരു ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 2 വർഷം ഗ്യാരണ്ടിയാണ് നമുക്ക് കിട്ടും. പിന്നെ ഒരു 3-3.5-4 വർഷത്തിനുള്ളൊക്കെ മാക്സിമം അപ്പോൾ ഏകദേശം മാറുന്ന ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പം നമ്മൾ പറയുന്ന എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല, ജസ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ അത് ഇൻഫോം ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരിക. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റൊക്കെ ഒരു അല്പം തേർമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ പോയിൻ്റ് ഇവിടെ തപ്പി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടണില്ല. ഇവിടെ പോയിൻ്റാണ്, അതിനകത്താണ് സ്പാർക്കിങ് നടക്കാം, ഫയറിങ് നടക്കുന്ന പോർഷനിൽ. അപ്പോൾ നിലവിൽ പ്ലഗ് മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഈ പ്ലഗ് ഇട്ടിട്ട് എനിക്ക് തോന്നണില്ല, ഇടയ്ക്ക് നമുക്ക് കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് എന്തെങ്കിലും പ്രോബ്ലം കാണിച്ച് വഴിപ്പെടാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. കാരണം അതിൻ്റെ നമ്മളിപ്പോൾ അതിൻ്റെ സ്പാർക്കിങ് ചെക്ക് ചെയ്യുമ്പോൾ ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുമ്പോഴത്തേക്ക് ഷോർട്ടിങ് സാധ്യതയാണ് നിൽക്കുക. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് സീറ്റ് ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്യൂൽ മീറ്റർ, പെട്രോളിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ലാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ ലോക്ക് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്തായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ലോക്കാണ് അതിൻ്റെ പ്രോബ്ലം കാണിക്കുക. അപ്പോൾ നിലവിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്പ്രേ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓൾറെഡി ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിതും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കീ സെറ്റായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഇതും ഈ താക്കോൽ സെറ്റ് ഉണ്ടല്ലോ, ഇവിടെ വന്ന സെറ്റ്, അതും കൂടിയിട്ട് സെറ്റായിട്ടാണ് നമുക്ക് വരാം. അപ്പം ആ സെറ്റിന് കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടും കീ സെറ്റ് ചെറിയൊരു ടൈറ്റ് ആയിട്ട് കാണിച്ചത് ഇപ്പോൾ നമ്മളത് ലൂബ്രിക്കേഷൻ കൊടുത്തപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അത് ഓൾറെഡി പെൻഡിങ്ങിൽ നിർത്താം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്, തീരെ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പോൾ കീ സെറ്റായപ്പടി മാറണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതങ്ങനെ നിലനിർത്തിയിട്ട് പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാറ്റി കളഞ്ഞാലും മതി. പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ നോക്കിയിരുന്നു. ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലോട്ടിൻ്റെ അല്ല പ്രശ്നം. നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ മെക്കാനിക്സ് യൂണിറ്റാണ്. ഈ യൂണിറ്റാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അത് മാറ്റി ഫുള്ളായിട്ട് മാറ്റി വെച്ചാലാണ് നമുക്കത് വർക്കിംഗ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് കേട്ടോ. ഞാൻ അതിൻ്റെ നിലവിൽ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് തരാം. എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ പറയുന്നുണ്ട്, പിന്നെ സ്പാർക്ക് പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട്, പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും കോളർ ബുഷ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് കോളർ ബുഷ് മാറ്റിയിട്ട് നമുക്കത് റെഡിയാക്കാം. അതല്ലെങ്കിൽ ബുഷ് സെറ്റും ഈ പച്ച കളറുള്ള ബുഷ് ഉണ്ടല്ലോ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പെട്രോളിൻ്റെ മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ മീറ്റർ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത്രയായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പിന്നീട് ഇപ്പോൾ നമുക്ക് ടയർ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ടയർ മാറ്റിയിടുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ മോഡൽ ടയർ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. കാരണം വെച്ചാൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ തന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ മോഡൽ ടയറാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം കുറേ കൂടി നമുക്ക് ഇങ്ങനത്തെ ടയർ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ബലം പിടിച്ചിരുന്ന് വണ്ടി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തായാലും നമുക്ക് റേറ്റിൽ വേരിയേഷനൊന്നുമില്ല, റേറ്റൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആ കമ്പനി മോഡൽ തന്നെ ഇടാണെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് റൊട്ടേഷൻ ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. തേമാനം നോക്കിയിട്ട് ഫ്രണ്ടിലെ ബാക്കിലേക്കൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഈ മോഡൽ വണ്ടിക്ക് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വന്നത് ഒരേ സൈസിലുള്ളതാണ്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ആ മോഡൽ, അതായത് ഈ മോഡലാണ് അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അത് ശരിക്കും കമ്പനി വന്ന മോഡലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ തരാം. അപ്പോൾ ആ മീറ്ററിൻ്റെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് ദിവസം നോക്കിയിട്ട് പറയണം. കാരണം ഏകദേശം നമുക്ക് ഒരു 1400-1500 നമുക്ക് അതിന് കോസ്റ്റ് ഉണ്ട്. പിന്നെ അത് എസ്റ്റിമേറ്റിനെ ഉൾക്കൊള്ളിക്കാം. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അത് എസ്റ്റിമേറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, ഇന്ന സാധനങ്ങളാണെന്നുള്ളത്.